എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ഷോജി കോശി, അതുപോലെ തന്നെ CA സൺഡേ സ്കൂൾ ഭാരവാഹികൾ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളൊരു ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി എനർജറ്റിക് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. ഞാൻ അധികം സമയമെടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല, പക്ഷെ ഉള്ള സമയം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ സമയത്ത് നിങ്ങളാരും മൊബൈൽ ഉപയോഗിക്കരുത്. നിങ്ങളുടെ ശ്രദ്ധയും വചനം സ്വീകരിക്കുവാനുള്ള സമർപ്പണവും ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുകയാണ്. ഇനിയും പലരും പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെത്രയും പെട്ടെന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രധാനമായിട്ടും ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ചോദ്യത്തോടു കൂടി ആരംഭിക്കട്ടെ. കല്യാണം കഴിക്കാത്ത എല്ലാവരും ഒന്ന് കൈവക്കുകയെ. ബോയ്സ്, ധൈര്യമായിട്ട് ഓക്കെ. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൈവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പഴയതുപോലെ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് KSRTCയിലെ ബസ്സിലൊന്നും വലിയ തെള്ളില്ലല്ലോ. അതുപോലെ കല്യാണത്തോട് ഇന്നൊരു വിമുഖത ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്കെല്ലാം വ്യത്യസ്തങ്ങളാകുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. വ്യത്യസ്തങ്ങളാകുന്ന ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ എന്നുള്ള ചോദ്യത്തിന് ഞാൻ കണ്ടെത്തുന്ന മറുപടിയാണ്. നിങ്ങൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയും നിങ്ങളുടെ പേരാണ്. പിന്നീട് നിങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. വീണ്ടും പറയുവാൻ കഴിയും ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. വീണ്ടും പറയാൻ കഴിയും ഞാൻ ഇന്ന സഭയിലെ ഒരു മെമ്പറാണ്. അപ്പോൾ നമ്മൾ വളരും തോറും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ എണ്ണവും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പല ഐഡൻറ്റിറ്റി കൂടി ലഭിക്കും. അതിലൊന്നാണ് ഭർത്താവ് എന്ന ഐഡൻറ്റിറ്റി, ഭാര്യ എന്ന ഐഡൻറ്റിറ്റി, പിന്നീട് മരുമകൻ എന്ന ഐഡൻറ്റിറ്റി, മരുമകൾ എന്ന ഐഡൻറ്റിറ്റി. കാലം കുറച്ച് നീണ്ടുപോകുമ്പോൾ അപ്പൻ എന്ന ഐഡൻറ്റിറ്റി, അമ്മ എന്ന ഐഡൻറ്റിറ്റി. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഐഡൻറ്റിറ്റി വർദ്ധിക്കും തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും വർദ്ധിക്കുകയാണ്. കുറച്ചും കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ തലവേദനയും കൂടുകയാണ്. ഐഡൻറ്റിറ്റി എന്ന വാക്കിന് മലയാളം പറഞ്ഞാൽ സ്വത്താവബോധം, ഞാൻ ആരെ ഉള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരുകയാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് നൽകുന്നതാണ് ഉത്തരവാദിത്തങ്ങളാണ്. 4 തരത്തിലുള്ളതായ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ആൽഫ്രഡ് അഡ്ലർ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഗെറ്റിംഗ് ലീനിങ് ടൈപ്പ്. അവർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല. എല്ലാം മറ്റുള്ളവർ ചെയ്തു കൊടുക്കുവാൻ അവർ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ സഹാനുഭൂതി കൊണ്ട്, മറ്റുള്ളവരുടെ കുടക്കീഴിൽ, മറ്റുള്ളവരുടെ കരുതലുകൾ കൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഗെറ്റിംഗ് ലീനിങ് ടൈപ്പ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ എക്സൽ ചെയ്യുവാൻ കഴിയില്ല, വളരുവാൻ കഴിയുകയില്ല. നമ്മുടെ ഓരോ പ്രായത്തിലും നാം ഏറ്റെടുക്കേണ്ടതായ ഉത്തരവാദിത്വമുണ്ട്. അത് നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്യുവാൻ നമുക്ക് പകരം മറ്റാരുമില്ല.
ഫുട്ബോൾ കളിക്കളത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കാണും, പക്ഷേ ജീവിതത്തിൻ്റെതായ ഓട്ടക്കളത്തിൽ എന്തില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും എല്ലാ ശ്രോതാക്കളോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് നൽകുന്നതായ ഉത്തരവാദിത്വങ്ങളോട് വിമുഖത കാണിക്കാതെ, നിങ്ങൾ മാറി നിൽക്കാതെ അത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, അതിനുള്ള സമർപ്പണം നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതം ഉയർച്ചയുടെ പടികൾ ചവിട്ടിക്കയറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞത് ആൽഫ്രഡ് അഡ്ലറിൻ്റെ ഗെറ്റിംഗ് ലീനിങ് ടൈപ്പ്, മറ്റുള്ളവരുടേതായ ഒരു കരുതലുകൾ കൊണ്ട് ജീവിക്കുക. എല്ലായ്പ്പോഴും എല്ലായിടത്തും കരുതലുകൾ ലഭിക്കണമെന്നില്ല. രണ്ടാമത്തെ ഒരു ടൈപ്പ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ആൽഫ്രഡ് അഡ്ലർ പറയുന്നുണ്ട്, ഡോമിനേറ്റിംഗ് ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പേർ ഒരു സ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ അവരുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ ആഗ്രഹിക്കും, അവരുടെ മേൽ പ്രകടമായ ആധിപത്യം പുലർത്തുവാൻ ആഗ്രഹിക്കും. പെട്ടെന്ന് ആ കൂട്ടത്തെ ഡ്രൈവ് ചെയ്യുവാൻ, ആ കൂട്ടത്തിൻ്റെ സ്റ്റിയറിങ് തട്ടിയെടുക്കുവാൻ, അവരെ വരുതിയിൽ നിർത്തിയിട്ട് തൻ്റെ ഇഷ്ടം പോലെ തന്നെ ഡ്രൈവർ സീറ്റിലാക്കിക്കൊണ്ട് തൻ്റെ ഇഷ്ടം പോലെ ഓടിക്കുവാൻ ശ്രമിക്കുന്നവർ ഡോമിനേറ്റിംഗ് ടൈപ്പ്. അങ്ങനെയുള്ളവർ കല്യാണം കഴിച്ചാലും ഭാര്യയ്ക്ക് വീട്ടിൽ ആവശ്യമുള്ളതായ സ്പേസ് കൊടുക്കുകയില്ല. എല്ലാം എൻ്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളതായ ഒരു പേഴ്സണാലിറ്റി ഭാര്യയ്ക്കുണ്ടെങ്കിൽ അച്ചായനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സകലത്തെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കും. അവിടെ കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ വി നീഡ് ടു എക്സ്പ്ലോർ അവേഴ്സസ്. നമ്മളെ തന്നെ നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഏതു തരത്തിൽ പെട്ടവനാണ്, ഏതു തരത്തിൽ പെട്ടവളാണ്. കൗൺസിലിംഗ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നത് പോലെയാണ്. നമുക്ക് നമ്മളെ തന്നെ കാണുവാൻ കഴിയും. എന്തിനാണ് കാണുന്നത്? കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുന്നത് എന്തിനാണ്? കണ്ണാടി നോക്കിക്കൊണ്ട് നമ്മുടെ മുഖം എന്ത് ചെയ്യുക? കുറച്ചും കൂടി എന്ത് ചെയ്യുക? മിനുക്കുക. കണ്ണാടിയെ മിനുക്കുവാൻ വേണ്ടിയല്ല. അങ്ങനെയെങ്കിൽ ഈ ക്ലാസ്സിലൂടെ എന്തൊക്കെയാണ് നമ്മുടെ ഡെഫിസിറ്റുകൾ, പരിമിതികൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി വളരേണ്ടത്, എവിടെയൊക്കെയാണ് കുറച്ചും കൂടി മൂർച്ച ഉണ്ടാക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ലൈഫിൽ നിന്ന് ഞാൻ മിസ് ചെയ്യുന്നത്, ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച ലഭിക്കുമ്പോൾ അത് ചെയ്യുവാനുള്ളതായ ഒരു സമർപ്പണവും കൂടി ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലേക്ക് ദേ വന്നു ദാ പോയി എന്നതുപോലെ ആയിപ്പോകും. അതാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഒടുവിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയമുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പേഴ്സണാലിറ്റി ആൽഫ്രഡ് അഡ്ലറിൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഗെറ്റിംഗ് ലീനിങ് ടൈപ്പ്, എല്ലാം ചെയ്തു തരണം, എല്ലാം മമ്മി ചെയ്തു തരണം, എല്ലാം ഡാഡി ചെയ്തു തരണം. ഞാൻ 10:30 വരെ കിടന്ന് എന്ത് ചെയ്യാം? ശാന്തമായിട്ട് ഉറങ്ങിക്കൊള്ളാം. കാരണം 12:30 വരെ ഈ കുഞ്ഞുവാവ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ, അല്ലേ? പണ്ട് ടോയ്സ് കളിപ്പാട്ടങ്ങൾ കയ്യിലിരുന്നത് പോലെയാണ് ഇന്നെന്ത് ചെയ്യുന്നത്? മൊബൈൽ നമ്മുടെ കയ്യിലുള്ള ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് പലതും നമ്മൾക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ ചെയ്യുവാൻ നമ്മൾ നിർബന്ധം പിടിക്കുകയാണ്. ആ നിർബന്ധ ബുദ്ധി നിങ്ങളെ വാഴുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അതൊരിക്കലും നിങ്ങളെ വളർച്ചയിലേക്ക് നയിക്കുകയില്ല. മറിച്ച് ജീവിതത്തിൽ എത്തേണ്ടുന്ന തലത്തിൽ എത്തുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ തന്നെ ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയാണ്. അങ്ങനെയുള്ളതായ ബ്ലോക്കുകളെ കണ്ടിട്ട് നമ്മൾ കണ്ണടച്ച് കളയാതെ അതിനെന്ത് ചെയ്യണം? എടുത്തു മാറ്റുവാനായിട്ട് നമ്മൾ സമർപ്പിതരാകണം. 3ാമത്തെ പേഴ്സണാലിറ്റി ആൽഫ്രഡ് അഡ്ലറിൻ്റെ അഭിപ്രായത്തിൽ അവോയ്ഡിങ് ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയില്ല. വളരെ ബുദ്ധിപൂർവം ബോധപൂർവം അതിൽ എന്ത് ചെയ്യാം? ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കും. അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യാം? ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കും. അങ്ങനെയുള്ളവർക്കും ജീവിതത്തിൽ വളരുവാൻ കഴിയില്ല. പല കാരണങ്ങൾ കൊണ്ടാകാം.
ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ചിലപ്പോൾ ഭയമായിരിക്കാം. ഭയം കൊണ്ട് എന്ത് ചെയ്യും? ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ മാറും. പക്ഷേ വളരെ സമർപ്പണത്തോട് ആദ്യമൊന്ന് പരാജയപ്പെട്ടാലും ഏത് വിഷയമാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അത് നിങ്ങൾ ചെയ്താൽ ഒന്നോ രണ്ടോ പ്രാവശ്യമുള്ളതായ ബുദ്ധിമുട്ടേ ഉണ്ടാകുകയുള്ളൂ. പിന്നീട് എന്ത് ചെയ്യാം? അതിൻ്റെ മാസ്റ്ററായിട്ട് മാറാൻ സാധിക്കും. അല്ലായെങ്കിൽ ഭയം കൊണ്ട് ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മളൊരു കാര്യം കൂടി കണ്ടെത്തും. എക്സ്ക്യൂസ്, മുടന്തൻ ന്യായമെന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ശരിയായ ന്യായങ്ങളൊന്നുമല്ല, പക്ഷേ എന്തുകൊണ്ടോ അത് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ട്, ഭയമുള്ളത് കൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങളറിഞ്ഞിട്ടും പേടി കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുന്നെങ്കിൽ ഈ ക്ലാസ്സിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിനെ ഓർപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അക്സെപ്റ്റ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഏറ്റെടുക്കുക. അത് ചെയ്യുവാൻ എന്തില്ല? പകരക്കാരില്ല. എല്ലായ്പ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയണം, കളിക്കളത്തിൽ ആരുണ്ട്? പകരക്കാരി കാണും. പക്ഷെ ജീവിതത്തിൻ്റെതായ ഓട്ടക്കളത്തിൽ ആരില്ല? പകരക്കാരനില്ല, പകരക്കാരിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ പപ്പായും മമ്മിയും ആ നമ്മുടെ പ്രായത്തിൻ്റെ എളുപ്പം കൊണ്ടും അല്ലെങ്കിൽ അവരപ്പനും അമ്മയായതുകൊണ്ട് എന്ത് ചെയ്യും? ചിലതൊക്കെ ചെയ്തു തന്നേക്കാം. പക്ഷെ അതൊക്കെ വാസ്തവത്തിൽ നാം തന്നെ നമ്മുടെ വളർച്ച എന്ത് ചെയ്യാണ്? മുരടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരും സ്വയം എന്ത് ചെയ്യല്ലേ? വളർച്ചയെ മുരടിപ്പിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസ് അല്ല, നിങ്ങളുടെ കൂട്ടുകാരല്ല, നിങ്ങളുടെ വീട്ടുകാരല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, നിങ്ങൾ തന്നെ ചെയ്യണം. സോ അവോയ്ഡിങ് ടൈപ്പ് പേഴ്സണാലിറ്റി they will not excel in their life. ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് സോഷ്യലി യൂസ്ഫുൾ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവിതത്തിലും പ്രതിസന്ധികളുമുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നമില്ലാത്തവരെ കാണണമെങ്കിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, സെമിത്തേരിയിൽ പോയാൽ മതി. ജീവനുണ്ടോ? പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഹൗ ഡു വി നാവിഗേറ്റ് ദി ഇഷ്യൂസ്? എങ്ങനെയാണ് പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? അതാണ് ഏറ്റവും പ്രസക്തമായ വിഷയം. അതുകൊണ്ട് സോഷ്യലി യൂസ്ഫുൾ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കാണുമ്പോൾ ഓടി ഒളിക്കാതെ കട്ടയും പടവും മടക്കി മാളങ്ങളിലേക്ക് ഓടാതെ സമചിത്തതയോടെ ഒരു ദൈവമകളെന്ന നിലയിൽ നമുക്ക് ഒരു പടി കൂടി കടന്നു പറയുവാൻ കഴിയും. നമ്മുടെ സ്തന്ധതാണ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, വചനത്തിൽ ബലപ്പെട്ടുകൊണ്ട് പ്രതിസന്ധികളെ സധൈര്യം നേടുവാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കണം. അത് കെമിസ്ട്രി ബുദ്ധിമുട്ടാകുന്നതോ, കണക്ക് തലയിൽ കയറാത്തതോ, ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കാതെ പോയതോ, നല്ല കരിയർ കിട്ടാതെ പോയതോ, അവിടെ ഒന്നും സ്റ്റക്കാക്കേണ്ടുന്ന കാര്യമില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മകളാണ് ഞാനെന്ന ബോധ്യം ഓരോ ദൈവമകനും ഓരോ ദൈവമകൾക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ സമ്പത്താണ്. അതാണ് നമ്മളെ നമ്മുടെ കൂട്ടുകാരിൽ നിന്നും ഒരു പടി കൂടി ഞാൻ പറയട്ടെ, ആഴത്തിൽ ആ അടുപ്പമുണ്ടെങ്കിൽ വീട്ടുകാരിൽ നിന്ന് പോലും നമ്മളെ വ്യത്യസ്തരാക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ക്ലാസ് സംബന്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ആ ഒരു തലത്തിലേക്ക് നമ്മൾ നടന്ന് ചെല്ലണം. ആ യാത്രയ്ക്ക് നമ്മളെ സജ്ജമാക്കുന്നതായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവവചന ധ്യാനം. രണ്ട്, സ്ഥിരമായ പ്രാർത്ഥന. അപ്പോൾ ഈ 4 ടൈപ്പ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഞാൻ ഓടിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐഡൻറ്റിറ്റിയോട് എന്ത് ചെയ്യുക? നീതി പുലർത്തുക. അവിടെ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ ആ ഭാഗം വിടുകയാണ്.
ഞാൻ ആരെ എന്ന് നിങ്ങളോട് ഇന്നൊരാൾ ചോദിച്ചാൽ പെട്ടെന്ന് പറയുന്നതാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ്. ആ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് നൽകുന്നതായ ധർമ്മം, ഉത്തരവാദിത്വം എന്ന് പറയുന്നതാണ് സ്റ്റഡീസ്, പഠനമാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിലാണ്, ഇല്ലേ? പഴയ കാലത്തൊക്കെ ട്യൂഷന് പോകുന്നത് ചമ്മലായിരുന്നു. ഇന്ന് ട്യൂഷന് പോകുന്നൊരു ക്രെഡിറ്റാണ്. ഇന്ന് ട്യൂഷൻ മാത്രമല്ല, ഓരോ വിഷയത്തിലും എന്താണ്, സ്പെഷ്യൽ ട്യൂഷനാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. എല്ലാ മേഖലയിലും എന്തുണ്ട്, ഒരു കോമ്പറ്റീഷനാണ്. അവിടെ ആ ഒരു സാഹചര്യത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അത് പിന്നീടാണ് ആരാണ് ഏറ്റെടുക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ടതായ പഠനമെന്ന കാര്യം, കാരണം സ്റ്റുഡൻ്റ് എന്ന ഐഡൻറ്റിറ്റി എന്താണ് നമുക്ക് നൽകുന്നത്? എന്ത് ഉത്തരവാദിത്വം നൽകുന്നു? പഠനം, ഇല്ലേ? അത് നമ്മൾ ആവശ്യപ്പെടുന്നത് നീ പഠിക്കുക എന്നുള്ളതാണ്. അത് നാം ചെയ്യുന്നില്ല എങ്കിൽ അത് നമുക്ക് പകരം പിന്നീട് ആരാണ് ചെയ്യുന്നത്? ഇതുപോലെ ഓരോ ഐഡൻറ്റിറ്റിയും എക്സ്പ്ലോർ ചെയ്യുക. ഭർത്താവ് എന്ന ഐഡൻറ്റിറ്റി, ഭാര്യ എന്ന ഐഡൻറ്റിറ്റി, മകൻ എന്ന ഐഡൻറ്റിറ്റി, മകളെന്ന ഐഡൻറ്റിറ്റി, ഈ ഐഡൻറ്റിറ്റി നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? പരമാവധി ചെയ്യാൻ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട്. പക്ഷേ പരമാവധി ചെയ്യുവാൻ ശ്രമിക്കാറുണ്ടോ? ആ ചോദ്യത്തിന് നാം തന്നെ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുവാൻ മാത്രമല്ല, മറിച്ച് എന്താ പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുവാൻ വേണ്ടിയാണ്. ഇത് ചെയ്യാതിരുന്നിട്ട് ചിലപ്പോൾ അത് ചെയ്യുവാൻ നമ്മുടെ പേരൻസൊക്കെ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, അല്ലേ? പപ്പായോടും മമ്മിയോടും ഒക്കെ ഭയങ്കര ദേഷ്യം വരും. സൺഡേ സ്കൂൾ ടീച്ചറിനോട് എന്ത് ചെയ്യും? ദേഷ്യം വരും. എല്ലാവർക്കും എന്നോട് പിണക്കമാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ പറയും, എൻ്റെ കാര്യത്തിൽ ആരും എന്ത് ചെയ്യണ്ട, പറഞ്ഞേ, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഇല്ലേ? നമുക്കങ്ങനെ ഒരു വലിയ വാശിയുണ്ടെങ്കിൽ, ഒരു വലിയ നിർബന്ധമുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, നല്ല കാര്യമാണ്. അങ്ങനെ വലിയ നിർബന്ധം നമുക്കുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ശ്രദ്ധിക്കുക, അങ്ങനെ വാശിയുള്ളവരോട്, അങ്ങനെ നിർബന്ധമുള്ളവരോട് ഒറ്റ കാര്യം ഞാൻ പറയും, ഇത് നിങ്ങൾ ചെയ്താൽ മതി. എന്താണെന്നറിയാമോ? നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശരിയായി ഇടപെടണം. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശരിയായി ഇടപെട്ട് കഴിഞ്ഞാൽ, 100% ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, മറ്റുള്ളവർ ഇടപെടുകയില്ല. അഥവാ ഇടപെട്ടാലും നിങ്ങൾക്ക് ബോൾഡായിട്ട് പറയാൻ പറ്റും, മമ്മി ഡാഡി ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉഴപ്പുമ്പോഴാണ് ചെയ്യേണ്ടത്, ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ പേരൻസ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അതിൽ 100% നിങ്ങളുടെ ഊർജം ചിലവഴിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും 100% റിസൾട്ട് ഉണ്ടാകും. ബൈബിളൊരു വാക്യമുണ്ട്, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. വേദപുസ്തകം എല്ലാം ഇപ്പോഴും കഠിനാധ്വാനത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ഉഴപ്പന്മാരെ കുറിച്ചൊന്നുമല്ല, കഠിനാധ്വാനത്തെക്കുറിച്ചാണ്. എന്താണ് മടിയനോട് പറയുന്നത്? മടിയ, നീ ഒന്ന് എഴുന്നേക്കണം. എങ്ങോട്ട് വേണം? ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക. സദൃശവാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, നിന്റെ കണ്ണു തുറക്കുക, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഒരു വീട്ടമ്മയാണെങ്കിലും, അധ്യാപകനാണെങ്കിലും, അധ്യാപികയാണെങ്കിലും, ശുശ്രൂഷകനാണെങ്കിലും, വിദ്യാർത്ഥിനിയാണെങ്കിലും, ഒരു ബിസിനസ്സുകാരനാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും സമർപ്പണത്തോടെ നിങ്ങൾ കഴിവുകളെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ദൈവം റിസൾട്ട് നൽകിത്തരും. സ്തോത്രം. ഇനിയും യങ്സ്റ്റേഴ്സിനോട് ഇവിടെ നമ്മൾ നടത്തേണ്ടതായ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒരു ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയതോടെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്. ഇതിന് വേദപുസ്തകത്തിൽ വലിയ ഫൗണ്ടേഷനുണ്ട്, വേദപുസ്തകം ശരിയായ ഒരു അടിത്തറയുണ്ട്.
ശരിയായ ഒരു അടിത്തറയുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കണം എന്നുള്ളതിന് ശരിയായ ഒരു അടിത്തറ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതത്തിലാണ്. എന്താണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം? പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, കനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആ അത്ഭുതം നമ്മൾ ശരിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യേശു അത്ഭുതം ചെയ്യുമ്പോൾ തന്നെ ഇവരെ കൊണ്ട് ശരിയായിട്ടൊന്ന് പണിയെടുപ്പിച്ചു. നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞ യേശു അവരെ കൊണ്ട് ഒരു പണിയെടുപ്പിച്ചു. പണി കൊടുത്തതല്ല, പണിയെടുപ്പിച്ചു. ഓക്കെ, ഞാൻ യങ്സ്റ്റേഴ്സിനോട് പറയുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഒന്ന് പറയാൻ ശ്രമിക്കും. എന്താണ് യേശു അവരെ കൊണ്ട് പണിയെടുപ്പിച്ചത്? യേശുവിനറിയാം ഇവരോട് വെള്ളം വീഞ്ഞാക്കുവാനും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം മുഴുവനും എവരെന്ന് ശ്രമിച്ചാൽ അവരുടെ വാക്കുകൾ കൊണ്ടെന്തില്ല, വെള്ളം വീഞ്ഞാകയില്ല. അപ്പോൾ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ യേശു ഒരിക്കലും അവരോട് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. എന്നാൽ അവർക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും യേശു ആവശ്യപ്പെട്ടില്ല. എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? യേശു അവരോട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുക. ആ ഒന്നാമത്തെ യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം, ബൈബിൾ റെക്കോർഡ് അനുസരിച്ച് ഒന്നാമത്തെ അത്ഭുതം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഇതാണ്: നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കർത്താവ് ചെയ്തു തരും. 2, നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് ചെയ്യുകയില്ല, അത് നാം ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. താൻ പാതി ദൈവം പാതി എന്നല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ പാതി ചെയ്യാനല്ല ദൈവം വരുന്നത്, മറിച്ച് നാം ചെയ്യേണ്ടതിടത്ത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഡു യുവർ ബെസ്റ്റ് ആൻഡ് മാക്സിമം. കേരളത്തിൽ അറിയപ്പെടുന്നതായ വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരിക്കൽ തന്നെ മക്കളോട് പറഞ്ഞത് പണ്ട് ഞാനൊരു മാഗസിനിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിങ്ങനെയാണ്: നിങ്ങളൊരു ചെരുപ്പ് കുത്തിയായാലും മതി. കാരണം ഉഴപ്പ് കണ്ടപ്പോൾ ആയിരിക്കാം, ആ കോണ്ടക്സ്റ്റിലായിരിക്കും പറഞ്ഞത്. നിങ്ങളൊരു ചെരുപ്പ് കുത്തിയായി മാറിയാലും കുഴപ്പമില്ല, പക്ഷേ എന്ത് ചെയ്യണം, ഒരു നല്ല ചെരുപ്പ് കുത്തിയാകണം. ഒരു നല്ല ചെരുപ്പ് കുത്തിയാണ്. എന്താണ് അതിൻ്റെ മെസ്സേജ്? എന്താണ്? ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും അതിൻ്റെ സ്കോപ്പ് മാത്രമല്ല നമ്മൾ കൺസേൺഡ് ആകേണ്ടത്, മറിച്ചെന്നറിയാമോ, അവിടെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിച്ചാലെന്ത്, അവിടെ റിസൾട്ട് ഉണ്ടാവും. അവിടെ നിന്ന് ആളുകൾ തേടി അങ്ങോട്ട് വരും. അതുകൊണ്ട് ആരെങ്കിലും സ്റ്റഡീസിലോ ദൈവം നിങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങളോ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വെക്കേഷൻ ദിനങ്ങളിൽ ഈ ക്യാമ്പ് ഇവിടെ അറേഞ്ച് ചെയ്യുന്ന പിന്നെ ദൈവത്തിനൊരു വലിയ ലക്ഷ്യമുണ്ട്. ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. നമ്മുടെ കരങ്ങളൊരു കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനിയും ലൈഫിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്നവരാണ്, പക്ഷേ അത് ശരിയായി ചെയ്യുക. ഒന്ന്, മേക്ക് റൈറ്റ് ചോയ്സസ്. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തണം. ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവനും തിരഞ്ഞെടുപ്പാണ്, എപ്പോഴും തിരഞ്ഞെടുപ്പുകളാണ്, ഇല്ലേ? ഒരു ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ 2, 3, 4 മണിക്കൂറായിരിക്കും അവിടെ സ്പെൻഡ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ ഭയങ്കര കൺഫ്യൂസ് സ്റ്റേറ്റ് ആകും. ലൈഫ് പാർട്ണർ ഒന്ന് തിരഞ്ഞെടുക്കുക, ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഞാനിങ്ങനെ പോയി ചിന്തിക്കാറുണ്ട്, ലൈഫിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ്, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജീവിതം എന്ന് പറയുന്നതാണ് ചോയ്സാണ്, തിരഞ്ഞെടുപ്പുകളാണ്. നമ്മളത് നടത്താറുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ നല്ല നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തണം. തിരഞ്ഞെടുപ്പ് എല്ലാവരും നടത്താറുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം? നല്ല നല്ല തിരഞ്ഞെടുപ്പുകൾ നാം നടത്തണം. ഞാനിത് പറയുമ്പോൾ തന്നെ മറുവശം കൂടി എനിക്ക് ബോധ്യമുണ്ട്. ചില കാര്യങ്ങളൊന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല.
നിങ്ങൾ എത്ര സ്മാർട്ടാണെങ്കിലും, എത്ര കാലിബർ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ വീട്ടിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, ഞാൻ പറയട്ടെ, ചിലത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത 1-2 കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാമോ? ലൈഫിൽ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. ഞാൻ എഴുതിയൊരു ബുക്ക് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് തരാം. ഉറക്കെ പറയണം ആരെങ്കിലും. ഒരു ഉത്തരം പറഞ്ഞു, മരണം എന്നൊരുത്തരം പറഞ്ഞു. മുമ്പേ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അവസാന സമയത്ത് ഞാനൊന്ന് വന്നായിരുന്നു. വിഷാദം, ഡിപ്രഷനുമായിട്ടൊക്കെ അല്ലേ. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു സംടൈംസ് സൂയിസൈഡ്. മരണം നമുക്ക് തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല. പക്ഷേ സൂയിസൈഡിലൂടെ തിരഞ്ഞെടുക്കുന്നവരില്ലേ? അപ്പോൾ അതിന് മറുപടി ഉണ്ട്. അതിന് നമുക്ക് അനുവാദമില്ല. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കതിനുള്ള റൈറ്റില്ല, അവകാശമില്ല. ഓക്കെ. പിന്നെ അവകാശമില്ലാത്ത കാര്യങ്ങൾ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ചിലപ്പോൾ അത് ഓപ്റ്റ് ചെയ്യുന്നു. പല റീസൺസ് ആകാം. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പേരൻസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പേരൻസ് നമ്മുടെ ചോയ്സ് അല്ല. നമ്മുടെ ബോഡി കളർ നമ്മുടെ ചോയ്സ് അല്ല. ബോഡി സ്ട്രക്ചർ നമ്മുടെ ചോയ്സ് അല്ല. ഏത് കുടുംബത്തിൽ ജനിക്കണം നമ്മുടെ ചോയ്സ് അല്ല, അല്ലേ? എന്ന് ജനിക്കണം, അത് ഒരു പരിധി ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല. സിസേറിയനൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക? ആ ഡേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ അതിനൊന്നും വലിയ ചോയ്സ് നമുക്ക് നടത്തുവാൻ കഴിയില്ല. അപ്പോൾ ലൈഫിൽ നമുക്ക് ചൂസ് ചെയ്യുവാൻ കഴിയാത്ത ഒത്തിരി മേഖലകളുണ്ട്. ആ മേഖലകളെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? റൈറ്റ്, താട്ട് വരട്ടെ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ലൈഫിൽ നമുക്ക് വലിയ സേ ഇല്ലാത്ത, നമുക്ക് ചൂസ് ചെയ്യുവാൻ കഴിയാത്തതായ, നമുക്ക് പ്രകടമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയാത്തതായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഓർത്ത് ആരും വറി ചെയ്യല്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ജീവിതത്തിൽ നമുക്ക് നടത്തുവാൻ കഴിയാത്ത തിരഞ്ഞെടുപ്പുകളെ ഞാൻ പറയുമ്പോൾ, നമ്മുടെ ജെൻഡർ ഏതായിരിക്കണം, നമ്മുടെ പേരൻസ് ആരായിരിക്കണം, നമ്മുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, നമ്മുടെ കളർ എന്തായിരിക്കണം, ഏത് വിട്ട് ജനിക്കണം, ഇത്യാദി കാര്യങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വി ആർ ക്രിപ്ലിംഗ് അവർ ഗ്രോത്ത് ജേർണി. നമ്മുടെ മുന്നോട്ടുള്ളതായ യാത്ര എന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യാണ്? അതിനെ മുരടിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കെന്ത് എത്തേണ്ടുന്നതായ മേഖലകളിൽ എത്തുവാൻ കഴിയാതെ വണ്ണതറിയാമോ? ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വറി ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ വറീസ് നമ്മൾ ആരോടും എന്ത് ചെയ്തില്ല? തുറന്നു പറയാറില്ല. തുറന്നു പറയാൻ നമ്മുടെ ഇടയിൽ സ്പേസ് ഇല്ല. അഥവാ സ്പേസ് ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പേഴ്സണൽ വിഷയമായതുകൊണ്ട് പറയാറില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ നമുക്ക് മാറ്റുവാൻ കഴിയാത്തതിനെയും നമുക്ക് ഓൾട്ടർ ചെയ്യുവാൻ കഴിയാത്തതിനും, നമുക്ക് ഓൾട്ടർ ചെയ്യാൻ കഴിയാത്തതിനെയും നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയാത്തതിനും എന്ത് ചെയ്യുക? നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. വി നീഡ് ടു അക്സെപ്റ്റ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എനർജി എന്ത് ചെയ്യില്ല, നമ്മൾ വേസ്റ്റ് ആക്കല്ല. മറിച്ച് പിന്നീട് നമ്മൾ മുന്നോട്ട് പോകണം. മുന്നോട്ട് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുമോ അവിടെ വരുമ്പോൾ അതെന്ത് ചെയ്യണം? നല്ലത്, ശരിയായിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുപ്പാണ് നമ്മളെ എവിടേക്ക് എത്തിക്കുന്നത്? ജീവിതത്തിൻ്റെ നല്ല തീരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഒരു പക്ഷേ ഇന്ന് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ ഇൻഫർമേഷൻ ഒന്നും വലിയ അതിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കും. ഞാൻ ആഗ്രഹിക്കുന്ന ഫോർമേഷൻ. ഫോർമേഷൻ. നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്താണ്? ഇൻഫർമേഷൻ സൊസൈറ്റിയിലാണ്. അറിവിന് യാതൊരു പഞ്ഞവുമില്ല. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്,
നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സ്റ്റക്കായി വറി ചെയ്ത് നിരാശപ്പെട്ട് ആവശ്യമില്ലാത്ത കുറ്റബോധത്തിന് അടിമകളായി മാറാതെ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടെന്നറിയാം മുന്നോട്ട് നിങ്ങൾ സ്റ്റെപ്പുകൾ വയ്ക്കുക. ആ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ നല്ല നല്ല തിരഞ്ഞെടുപ്പിലൂടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുവാൻ, ജീവിതത്തെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ഇനിയും ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. സോ മേക്ക് റൈറ്റ് ചോയ്സസ്. എന്തുകൊണ്ടാണ് നല്ല തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടത്? അതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ എന്തില്ല, റിവേഴ്സ് ഗിയർ ഇല്ല. നമ്മൾ ഓടിക്കുന്ന വണ്ടിക്കൊന്നുണ്ട്, റിവേഴ്സ് ഗിയർ ഉണ്ട് അല്ലേ? പക്ഷേ ജീവിതത്തിൽ എന്തില്ല, റിവേഴ്സ് ഗിയർ ഇല്ല. പക്ഷേ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്, റിവേഴ്സ് ഗിയർ ഇല്ലെങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, റിഗ്രറ്റ് ഗിയർ ഉണ്ട്. എന്തോ റിഗ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? കുറ്റബോധത്തിൻ്റെ ഗിയറുണ്ട്. പലപ്പോഴും ഈ കുറ്റബോധമാണ് നമ്മൾ എന്ത് ചെയ്യാനൊക്കെ നമുക്ക് ലൈഫിൽ എക്സൽ ചെയ്യുന്നതിന് ഒരു തടസ്സമായിട്ട് മാറുന്നു. അപ്പോൾ ഓർക്കുക, ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പിന്നീട് പുറകോട്ട് നോക്കാൻ പറ്റും, പക്ഷെ പുറകോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഓടിക്കുന്ന വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഉണ്ട്, ഓടിക്കുന്ന ഡ്രൈവർക്ക് എന്തില്ല, ജീവിതത്തിന് എന്തില്ല, റിവേഴ്സ് ഗിയർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നു, ഞാൻ എന്നോട് തന്നെ പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഓരോ തിരഞ്ഞെടുപ്പുകളും ആവേശം കൊണ്ടാകല്ല, അത്യാഗ്രഹം കൊണ്ടാകല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല നല്ല തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തണം. അങ്ങനെയെങ്കിൽ പിന്നീട് തിരിഞ്ഞു നോക്കിയും കുറ്റബോധത്തിൻ്റെ പിടിയിൽ അമർന്ന് ജീവിക്കേണ്ടതായ കാര്യം ഉണ്ടാകുകയില്ല. ഓക്കെ, ഞാൻ ഈ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് യങ്സ്റ്റേഴ്സിനോടാണ്. ഇനിയും നമ്മൾ ഓൾറെഡി തിരഞ്ഞെടുത്ത പല കാര്യങ്ങളും അവിടെ നിരാശപ്പെടേണ്ട കാര്യമില്ല. അവിടെയും നമ്മളെ സഹായിക്കുവാൻ ദൈവം കൂടെയുണ്ട്. വിവേചനാധികാരത്തോടു കൂടി വിഷയങ്ങളെ വിലയിരുത്തി നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനിയും സോ ദ ഇമ്പാക്റ്റ് ഓഫ് ചോയ്സസ്, ഒറ്റ വാക്കുകൂടി പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി, ആൽഫബറ്റ്സ് ബി ആൻഡ് ഡി ഇല്ലേ, ബർത്തിനും ഡെത്തിനും ഇടയ്ക്കുണ്ടെന്നുണ്ട്. ബിക്കും ഡിക്കും ഇടയ്ക്കുള്ള ആൽഫബറ്റ് ഏതാണ്? സി ആണ് ഇല്ലയോ? ബിക്ക് ഞാനിങ്ങനെ പറയുന്നത് ബർത്ത്, ഡി ഡിനോട്ട്സ് ഫോർ ഡെത്ത്, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് സി, സി സ്റ്റാൻഡ്സ് ഫോർ ചോയ്സ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനും ജനനത്തിനും മരണത്തിനും ഇടയിൽ എന്താണ്? തിരഞ്ഞെടുപ്പുകൾ. ആ തിരഞ്ഞെടുപ്പാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനിയും ഇവിടെ നമ്മൾ നടത്തേണ്ടതായ, ഞാൻ ആദ്യം കൈ പൊക്കിച്ചല്ലോ നിങ്ങളെ, അവരോടാണ് ഇനിയും പറയുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, കൈ പൊക്കിച്ചവർ, കൈ നിങ്ങൾ പൊക്കിയല്ലോ. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത്. വിവാഹം എന്നുള്ളത്. വിവാഹം. ഓക്കെ, ഇത് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, ഇതിനെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് കാര്യമില്ല. ഓക്കെ, ഇതിന് ശരിയായ വേദപുസ്തക അടിത്തറയുണ്ട്. ദർ ഇസ് എ സ്ട്രോങ് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ. അപ്പോൾ ബൈബിളുള്ളതായ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പം ഈ ചിലപ്പോൾ എന്താണ്, ഒരു 12-13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 14 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങിക്കോ. വിവാഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്ന കൺസെപ്റ്റുകൾ, കാരണം നിങ്ങൾക്ക് ഇന്ന് ഒത്തിരി ഇൻഫർമേഷൻസ് യൂട്യൂബിൽ നിന്നൊക്കെ ലഭിക്കാറുണ്ട്. ഒന്നാമതായി മാരേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മാരി വിത്ത് എ പർപ്പസ്, ഒരു ഉദ്ദേശത്തോടു കൂടി. എന്നുവെച്ചാൽ വിവാഹത്തിന് എന്തുണ്ടായിരിക്കും, ഒരു ശരിയായ ഉദ്ദേശം ഉണ്ടായിരിക്കണം, ശരിയായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാരേജ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാരേജ്? ശരിയായ ഒരു ലക്ഷ്യം, ശരിയായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. എന്തിനാണ് നമ്മൾ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അവിടെ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന്
പോയിട്ടുള്ളവരുടെ ദാമ്പത്തിക ജീവിതം പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് പോയിട്ടില്ലാത്തവരെക്കാളും കൂടുതൽ മെച്ചമാണ്, കൂടുതൽ ക്വാളിറ്റി ഉള്ളതാണ്. ഇതെൻ്റെ ഒരു വിലയിരുത്തലല്ല, പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. അപ്പോൾ ചോദിച്ചേക്കാം, പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, പക്ഷേ നല്ല ദാമ്പത്തിക ബന്ധമൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെയൊക്കെ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെ കാലത്ത്. പക്ഷേ അന്നത്തെ ഇഷ്യൂസ് അല്ല ഇന്നത്തെ ഇഷ്യൂസ്, അന്നത്തെ ചലഞ്ചസ് അല്ല ഇന്നത്തെ ചലഞ്ചസ്. അതുകൊണ്ട് സ്റ്റഡീസ് തെളിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ പോയിട്ടുള്ളവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്. ഇനി എന്തുകൊണ്ടാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് CAയുടെ സൺഡേ സ്കൂളിൻ്റെയും ഒരു ക്യാമ്പിൽ ഈ വിഷയം ക്ലാസ് എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്? അങ്ങനെ ചിന്തിച്ചു. ഒരു 30 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ക്ലാസ്സുകളില്ലായിരുന്നു, ഇല്ലേ? ഇങ്ങനെയുള്ള ക്ലാസ്സുകളില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം ഇന്നൊരു കണ്ടംപററി ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ there are contemporary challenges, ആനുകാലികമായ വെല്ലുവിളികൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്ന് പോകല്ല. ഒന്ന് ശ്രദ്ധിക്കുക, 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം ജോലി ചെയ്യും? പെട്ടെന്ന് കണക്കൂട്ടി പറഞ്ഞേ. 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരാൾ എത്ര വർഷം ജോലി ചെയ്യും? 35 വർഷം. ഓക്കെ, 35 വർഷം. ഈ 35 വർഷത്തെ ജോലിക്ക് വേണ്ടി ഒരാൾ നടത്തുന്ന ട്രെയിനിങ്, ഒരുക്കം എത്ര വർഷമാണെന്ന് പറയാമോ? ഞാൻ പറയും കുറഞ്ഞത് 19 വർഷമെന്ന്. നിങ്ങൾ പറയുമായിരിക്കും, അല്ല, വിദ്യാഭ്യാസം ചെയ്യുന്നത് വിദ്യ ആർജിക്കാൻ വേണ്ടിയാണ്. ശരിയാണ്, വിദ്യ ആർജിക്കുക. പക്ഷെ പ്രൈമറി ഫോക്കസ് എപ്പോഴുന്ന ഒരു ജോബിലേക്ക് +2 കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്കോപ്പുള്ളതായ ഒരു മേഖല, അല്ലെ സ്കോപ്പുള്ള മേഖല നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബൈ പ്രോഡക്റ്റായിട്ട് വിദ്യാഭ്യാസം ലഭിക്കും. വിദ്യാഭ്യാസ ലക്ഷ്യം വിദ്യ ആർജിക്കണം എന്നുള്ളതായിരിക്കണം, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മളെല്ലാം ഇപ്പോൾ ഒരു ജോബ് ഫോക്കസ്ഡ് ആയിട്ടാണ് പോകുന്നത്. 19 വർഷമെന്ന് ഞാൻ പറയുന്നത് പ്ലേ സ്കൂൾ 1 വർഷം, LKG 1 വർഷം, UKG 1 വർഷം, 3 വർഷമായല്ലോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ 12 വർഷം. 12 അധികം 3 = 15. ഇന്ന് മിനിമം 4 വർഷത്തേതായ ഒരു പ്രൊഫഷണൽ കോഴ്സ്. 15 + 4 = 19. ചിലർക്കത് 20 ആകാം, ചിലർക്ക് 22 ആകാം, ചിലർക്ക് 23 ആകാം. ശ്രദ്ധിക്കണമേ, 35 വർഷത്തെ ജോലിക്ക് വേണ്ടി ഒരാൾ നടത്തുന്ന 19 വർഷത്തെ പരിശീലനമാണ്, ഒരുക്കമാണ്. വിദ്യ ആർജിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സമഗ്രമായ വികസനം ഉണ്ടാകുന്നെങ്കിൽ തന്നെയും അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്തിനു വേണ്ടിയാണ്? ഒരു ജോലിക്ക് വേണ്ടിയാണ്. ഈ ഒരു കോണ്ടക്സ്റ്റ് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, വിവാഹം എന്ന് പറയുന്നത് ആജീവനാന്ത സഹിതമാണ്. അത് 40 ആകാം, 45 ആകാം, 50 ആകാം, 55, 60, ദൈവത്തിൻ്റെ ദാനം പോലെ. അപ്പോൾ ആജീവനാന്ത സഹിതമായ വിവാഹത്തിന് വേണ്ടി 19 വർഷം പോയിട്ട്, 19 മാസം പോയിട്ട്, 19 ആഴ്ച പോയിട്ട്, 19 മണിക്കൂർ പോലും എന്ത് നടത്തുന്നില്ല? ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്നില്ല. ഞാൻ പല പെന്തക്കോസ്റ്റ് ചർച്ചിലെ ലീഡേഴ്സുമായിട്ട് ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും സഭയായിട്ട് ഇതൊരു തീരുമാനമാക്കി കൊണ്ടുവരുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്നാൽ വളരെ എൻലൈറ്റൻഡായ പാസ്റ്റേഴ്സ്, അവർക്ക് നിർബന്ധമാണ്, എൻ്റെ സഭയിലെ വിവാഹം കഴിക്കാൻ പോകുന്നവർ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പോകണം. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ചിലപ്പോൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അരികിലെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള അരികിലേക്ക് വിടാറുണ്ട്. ചിലപ്പോൾ കല്യാണത്തിന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് തീരുമാനിക്കും, എനിക്കൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ആവശ്യമാണ്. ചിലപ്പോൾ അവരുടെ പേരൻസ് ആഗ്രഹിക്കും. അപ്പോൾ സഭയുടെ പാസ്റ്ററുടെയും പേരൻസിൻ്റെയും വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെയും ഒരു ഇനീഷ്യേറ്റീവ് അല്ലാതെ ആസ് എ ചർച്ച് സഭയായിട്ട് ഇതൊരു തീരുമാനമായിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് എല്ലാ സഭകളും ഇതൊരു നിർബന്ധം ആക്കേണ്ടതായ വിഷയമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഓർക്കുക, 19 വർഷം പോയിട്ട് 19 മണിക്കൂർ പോലും. ദൈവത്തിൻ്റെ കൃപയാൽ ഏകദേശം ഒരു 90-ലധികം പേർക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുവാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലത്തെ അല്ല, പ്രീമാരിറ്റൽ കഴിഞ്ഞ ആഴ്ചയിൽ 2 പേരുണ്ടായിരുന്നു.
ഞാൻ ഈ പ്രീമാരൽ കൗൺസിലിംഗ് നൽകിയതായ ഈ ഇത്രയും പേരിൽ 90-ലധികം പേരിൽ നമ്പറൊന്നും എനിക്ക് എക്സാക്റ്റായിട്ട് ഓർമ്മയില്ല. 99% ആൾക്കാരും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. ഒരൊറ്റ ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു. പെൺകുട്ടി അല്ലെ വൈഫാകാൻ പോകുന്ന വ്യക്തി ജോലി ചെയ്യുന്നില്ല, അവളും ഡിഗ്രി കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. പഴയൊരു സങ്കല്പം എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടുപേരും ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരാൾ ഹസ്ബൻഡ് ബ്രെഡ് വിന്നറാണ്, അമ്മ എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും മക്കളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ മക്കളെ എന്ത് ചെയ്യാം? ക്വാളിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ വളർത്താൻ പറ്റും. പക്ഷേ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ 2 എഞ്ചിൻ വേണം, എങ്കിൽ മാത്രമേ എത്തേണ്ടുന്നിടത്ത് എത്തുവാൻ കഴിയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രീ മാർട്ടൽ കൗൺസിലിങ്ങിൻ്റെയും പേരൻറ്റിങ്ങിൻ്റെയും പോസ്റ്റ് മാർട്ടൽ കൗൺസിലിങ്ങിൻ്റെയും എന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷമുള്ള കൗൺസിലിംഗ്, അതിൻ്റെയൊക്കെ പ്രസക്തി വർദ്ധിച്ച് വരുന്നു. അതുകൊണ്ട് എല്ലാ പേരൻസിനോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ മക്കളെ വിവാഹപ്രായമാകുമ്പോൾ നിർബന്ധമായിട്ടും ആ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ളതായ വ്യക്തികളുടെ അരികിലേക്ക് പ്രീ മാർട്ടൽ കൗൺസിലിംഗ് വിടണം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആ സമയമാകുമ്പോൾ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാകുകയും നിങ്ങളുടെ പേരൻസിനെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില മേഖലയിലേക്ക് ഞാൻ പോകുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞു പോകുന്നത് എന്താണ്? ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രസക്തി, ഇതിൻ്റെ ആവശ്യകത. ഓക്കെ, ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തു. ഇനിയും ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പലരും പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് അറിയുമ്പോൾ, ഒരു ഉദ്ദേശത്തോടു കൂടി, ശരിയായ ഒരു ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും വിവാഹം കഴിക്കണം. ഞാൻ ചില ലക്ഷ്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് ഞാൻ പറയണം. ഒന്ന്, ചിലർക്ക് വിവാഹം എന്ന് പറയുന്നത് ടു അറ്റൈൻ മണി, ഓക്കെ, പൈസ കിട്ടുക, ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റിന് വേണ്ടിയാണ് ചില വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിക്കുമ്പോഴാണ് വിസ്മയ സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്. കാരണം ലക്ഷ്യം മറ്റൊന്നാണ്. ചിലർക്ക് എന്ത് ചെയ്യാണ്? വിവാഹം എന്ന് പറയുന്നത് ഒരു മൈഗ്രേഷനാണ്. ഇന്ന് +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഒരു കോഴ്സ് സെർച്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാണ്? വിവാഹത്തിലൂടെ എന്ത് ചെയ്യാണ്? ഒരു വിദേശ രാജ്യത്ത് പോകുക, ഒരു മൈഗ്രേഷന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. ചിലർക്ക് എന്താണ്? പപ്പായ്ക്കും അമ്മയും ഒത്തിരി നാളുകൊണ്ട് നിർബന്ധിക്കുകയാണ്, അവരുടെ സംതൃപ്തിക്ക് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. ചിലർ വിവാഹം കഴിക്കാൻ അറിയാമോ? ചില എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവർക്ക്. പല വീഡിയോകൾ കേട്ടതോ അല്ലെ കണ്ടതോ വിവാഹത്തെക്കുറിച്ച് ഒത്തിരി എക്സൈറ്റ്മെൻറ്റ്സ് ഉണ്ട്, അനുഭൂതി, കുറേ സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളുടെ പൂർത്തീകരണത്തിന് വിവാഹം കഴിക്കും. പക്ഷേ അനുഭൂതികൾ എക്കാലവും ഉണ്ടാകുകയില്ല. അനുഭൂതികൾ തീരുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ദാമ്പത്യ ബന്ധത്തോടെ എന്ത് ചെയ്യോ? വിരസത ഉണ്ടാകും. ചിലർ ചിന്തിക്കുന്ന അറിയാമോ? ഞാൻ കല്യാണം കഴിച്ചെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചെയ്യും മറ്റുള്ളവരെ ചിന്തിക്കും. ഞാൻ ഏതോ പ്രശ്നക്കാരനാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലെന്ന് ഒന്ന് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരാണ്. വേറെ ചില നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചില കല്യാണം കഴിക്കാൻ അറിയാമോ? പപ്പായും മമ്മയും പ്രായമായി വരികയാണ്, അവർക്കെന്ത് വേണം? ഒരു സപ്പോർട്ടിന് വേണ്ടി. അങ്ങനെ സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ സപ്പോർട്ട് കൊടുക്കുക, അല്ലെ ഹോം നേഴ്സിനെ നിർത്തുക. വിവാഹത്തിൻ്റെ ലക്ഷ്യം പേരൻസിന് സപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യൽ? വിവാഹം കഴിക്കൽ. വിവാഹം കഴിച്ചു കഴിഞ്ഞാലും പേരൻസിനോട് ചെയ്യുന്ന എല്ലാ കടപ്പാടുകളും ധർമ്മങ്ങളും 100% ചെയ്തിരിക്കണം. പക്ഷേ വിവാഹത്തിൻ്റെ ലക്ഷ്യം അതാകരുത്. വേറെ ചിലരുണ്ട് കേട്ടോ, ഈ ചില ഇഷ്യൂസൊക്കെ ഉള്ള കൊച്ചു മൈൽഡ് ഇഷ്യൂസ് ഉള്ള ചില ഇത് ബൈബിൾ കോളേജ് വിട്ട് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാണ്, സർവത്ര പ്രശ്നമായിരിക്കും. ഇതുപോലെയാണ് ഈ കല്യാണവും. ചെറിയ പ്രശ്നമുള്ള കല്യാണം കഴിച്ചത് ഇവനങ്ങ് ശരിയാകും, ഇവളങ്ങ് ശരിയാകും, വലിയ കുഴപ്പമൊന്നും കാണത്തില്ല, കൊച്ചു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ. ഞാൻ പറയട്ടെ, ഈ കുഴപ്പക്കാരനെയും കുഴപ്പക്കാരിയുടെയും കുഴപ്പങ്ങൾ മാറ്റുവാനുള്ള വേദിയല്ല വിവാഹം. അത് സർവത്ര കുഴപ്പത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ലാതെ മക്കളെ വളർത്തേണ്ടുന്ന ദൗത്യം ആർക്കാണ്? പേരൻസിനാണ്. അല്ലാതെ വിവാഹത്തിലൂടെയല്ല കുഴപ്പങ്ങളെ മാറ്റേണ്ടത്. അങ്ങനെ മാറ്റുവാൻ ശ്രമിക്കുന്നെങ്കിലും ആരുമായിട്ട് വിവാഹം നടത്തുന്ന അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. ഇനിയും അവസാനമായിട്ട് വേറെ ചില സങ്കല്പം അറിയുമോ? ഇതൊരു സോഷ്യൽ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് ആണ്, ഇല്ലയോ? സാമൂഹ്യമായ മതപരമായ ഒരു പ്രാക്ടീസാണ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് 28 വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ 26 വയസ്സാകുമ്പോഴോ അങ്ങ് കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ നീഡാണ്. 26 വയസ്സാകുമ്പോൾ 27 വയസ്സാകുമ്പോൾ അറിയാമോ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണം, അല്ലേ? നമ്മുടെ ഇടയിലൊക്കെ +2 കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് സ്നാനപ്പെടുന്നൊരു പ്രവണതയുണ്ടല്ലോ, അല്ലേ? 18-ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന പോലെ അറിയാമോ
ഒരു ഘട്ടമാകുമ്പോൾ എന്ത് ചെയ്യുക, സ്നാനപ്പെടുക. അതുപോലൊരു ഘട്ടമാകുമ്പോൾ കല്യാണം കഴിക്കുന്നവരുണ്ട്, അതും വലിയ പരാജയമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പല റീസൺസ് ഇവിടെ ഞാൻ പറഞ്ഞു. ഇതിലെ ചില കാര്യങ്ങളൊക്കെ ചില അംശങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ എൻ്റെ അരികിൽ വരുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന്. ഞാൻ വിവാഹം കഴിക്കാത്തവരോട്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരോടൊക്കെ ഞാൻ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരികയാണ്. നിങ്ങൾ തന്നെ ചോദിക്കും, ഞാൻ എന്തിനാണ് വിവാഹം കഴിക്കുക, എൻ്റെ വിവാഹം കൊണ്ട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്, ഓക്കെ, എന്ത് ലക്ഷ്യം? ഈ ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഇനിയും വിവാഹത്തെക്കുറിച്ച് ഒരു നിർവചനം പറഞ്ഞിട്ട് ഞാൻ മറ്റു മേഖലയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വൈ പീപ്പിൾ ആർ ഷോയിങ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു മാരേജ്? വിവാഹത്തോട് നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ന് എന്തുകൊണ്ടാണ് ജനങ്ങളെ വളർത്തിയെടുക്കുന്നത്? ഒരു വലിയ ചോദ്യമായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. ഒന്നാമതായിട്ട് ഞാനൊരു വിവാഹത്തെക്കുറിച്ച് നിർവചനം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മാരേജ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിമാൻഡിങ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിവാർഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്, ഏറ്റവും സമ്മർദ്ദങ്ങളുള്ളതാണ്, എന്നാൽ ഏറ്റവും സന്തോഷം നൽകുന്ന സ്ഥാപനവും കൂടിയാണ്. ഇവിടെ എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. എന്താണ്? മോസ്റ്റ് ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിമാൻഡിങ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിവാർഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. ഒറ്റ ഉത്തരം, രണ്ടുപേരും രണ്ട് തരക്കാരാണ്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ട് ഇങ്ങോട്ട് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ട് ഇങ്ങോട്ട് ചോദിക്കാം കേട്ടോ, പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഡിഫിക്കൽട്ട് വൈ? കാരണം രണ്ടുപേരും വ്യത്യസ്തരാണ്. വ്യത്യസ്തതകളുമായിട്ട് പൊരുത്തപ്പെടുക അല്പം സ്ട്രഗിളുണ്ട്. രണ്ട്, മോസ്റ്റ് ഡിമാൻഡിങ്, വളരെ സമ്മർദ്ദങ്ങളുണ്ട്. എന്നാൽ ഇതിനെ ശരിയായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഏറ്റവും ആനന്ദം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്നതായ ഒരു സംവിധാനം. അങ്ങനെയുള്ളവർക്ക് ഈ 3 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചാൽ എന്നറിയാമോ, വീട്ടിൽ വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം എന്ത് ചെയ്യും? അതിന് 5 സ്റ്റാറിലോ 3 സ്റ്റാർ ഹോട്ടലിലോ താമസിച്ചാൽ അവർക്ക് കിട്ടുകയില്ല. അവരെന്ത് ചെയ്യും? പെട്ടെന്ന് വീട്ടിൽ വരാൻ ആഗ്രഹിക്കും. കാരണം അറിയാമോ, കുടുംബത്തിൽ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. ഈ സന്തോഷം സുഖം ലഭിക്കാത്തവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവർ മെനക്കേട് മുക്കിൽ നിന്ന് സമയം ചെയ്യും, ചിലവഴിക്കും. ഞാനൊരിക്കൽ ഒരു കൗൺസിലിങ്ങിനെ, പെന്തക്കോസ്തുകാരാണ്, ഇഷ്യൂസ് ഉണ്ടായി, ഫാമിലി ഇഷ്യൂസ്, ഞാൻ പേരും നാളൊന്നും പറയുന്നില്ല. ആ പെൺകുട്ടിയുടെ ശമ്പളം ഏകദേശം 4-5 ലക്ഷം രൂപയുണ്ട് ഒരു മാസം, വിദേശത്ത് ജോലി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണം കഴിച്ച് 1.5 വർഷമേ ഉള്ളൂ, ഞാൻ ഒത്തിരി ഓവർ ടൈം ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും കാശിട്ട് പിന്നെ എന്തിനാ ഓവർ ടൈം ചെയ്യുന്നത്? അപ്പം ഇതാണ്, എനിക്ക് വീട്ടിൽ വരാൻ താല്പര്യമില്ല, കുറച്ചും കൂടി സമയം ജോലി സ്ഥലത്ത് കളയാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കെന്താണ്? വീട് വിരസതയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വീട്ടിൽ വരുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്, ഒരു സൗഭാഗ്യമാണ്. ചിലർക്ക് വീട്ടിൽ ചെന്നെങ്കിൽ ഉറക്കം വരികയുള്ളൂ. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടത്, അല്ലാതെ പിന്നെ മുഖത്തലയിലോ ഇവിടെ കുരിപ്പള്ളിയിലോ ഇവിടെയോ ആശുപത്രി ബുക്കിലോ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് സന്തോഷമൊന്നും നമുക്ക് 1 കിലോ സന്തോഷമൊന്നും മേടിക്കാൻ കിട്ടത്തില്ല. നമ്മൾ തന്നെ അതിനെ സൃഷ്ടിച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയാം, ഏത് ചലഞ്ചസിനെയും, ഏത് സമ്മർദ്ദങ്ങളെയും, ഏത് ബുദ്ധിമുട്ടുകളെയും സമചിത്തതയോട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ സന്തോഷമുള്ള സംവിധാനങ്ങളാക്കി മാറ്റുവാൻ കഴിയും. അതുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ദൈവത്തെ കൊണ്ടുവരുന്നത്. ആ യാത്രയും തനിച്ചല്ല, കർത്താവ് കൂടെയുണ്ട്. എന്താണ് ബൈബിൾ പറയുന്നത്? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ദൈവം കുടുംബത്തിൻ്റെ ഡ്രൈവർ സീറ്റിലാണെങ്കിൽ എന്ത് ചെയ്യുക? അത് വളരെ സന്തോഷം നൽകുന്ന സംവിധാനമായിട്ട് മാറും. ഇനിയും അടുത്തൊരു മേഖല, എന്തുകൊണ്ടാണ് ഇന്ന് കല്യാണം കഴിക്കാൻ പലരും ആഗ്രഹിക്കാത്തത്? അല്ലെങ്കിൽ പഴയൊരു വലിയ തിരക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ തിരക്കൊന്നും കാണുകയില്ല, പലരും നിർബന്ധിച്ചൊക്കെയാണ് ഇന്ന് കല്യാണം കഴിക്കുന്നത്. അതിൻ്റെ ചില റീസൺസ് ഞാൻ കണ്ടെത്തിയിരിക്കും. ഒന്ന്, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഇൻക്രീസിങ് ഡിവോഴ്സ്, വർദ്ധിച്ചു വരുന്നതായ ഡിവോഴ്സുകൾ കാണുമ്പോൾ ഞാനും കല്യാണം കഴിച്ചിട്ട്
ഇങ്ങനെ പ്രശ്നമുണ്ടാകുകയാണ്. എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് ഇന്നത്തെ ന്യൂ ജനറേഷൻ ചിന്തിക്കുന്നെങ്കിൽ അവരെ നമുക്ക് കുറ്റക്കാരാക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കേരളം അതിന് വളരെ മുൻപിലാണ് എന്നുള്ള കാര്യം മറക്കരുത്. 2, പപ്പായും മമ്മിയൊക്കെ വളരെ പൊന്നുപോലെ വളർത്തിയതായ മക്കളെ ശാരീരികമായിട്ട് മറ്റുള്ളവർ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞും വളരുന്ന ന്യൂ ജനറേഷൻ ഇതാണ് ദാമ്പത്യ ജീവിതമെങ്കിൽ ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഒരിക്കലും ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി, MBBS കഴിഞ്ഞ കുട്ടി, ഞാൻ കൗൺസിലിംഗ് കഴിഞ്ഞ് ഫീഡ്ബാക്കിന് ഞാൻ മിക്കവാറും ആൾക്കാർക്ക് അവസരം കൊടുക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് റീസണായിട്ട് പറഞ്ഞത്, എൻ്റെ പല കസിൻസിൻ്റെയും ഫാമിലി ലൈഫ് വളരെ ഫെയിലിയർ ആയിരുന്നു. അവർ തമ്മിലുള്ളതായ ശണ്ടയും ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും നിരന്തരം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെന്ത് ചെയ്തു, കണക്ക് കൂട്ടി കല്യാണം കഴിക്കുന്നില്ല എന്ന്. ഡൊമസ്റ്റിക് വയലൻസ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് ഞാൻ കേട്ടുള്ള കാര്യങ്ങളാണ്. ഒരു MTech നല്ല റാങ്കിൽ കഴിഞ്ഞതായ ഒരു പെൺകുട്ടി വിദേശത്താണ്. ആ കുട്ടി ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കിനെ ഒരിക്കലും മറക്കത്തില്ല. അവൾ പറഞ്ഞ ഞാൻ കല്യാണത്തെ വളരെ ഭയപ്പെട്ടു. അതിൻ്റെ റീസൺ പറഞ്ഞത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മീ സ്പേസ് നഷ്ടപ്പെടുമോ. അപ്പോൾ അവൾ ഉപയോഗിച്ച വാക്കാണ് മീ സ്പേസ്, ME എന്ന് വെച്ചാൽ എനിക്കുള്ളതായ സ്പേസ്, എൻ്റെ സ്പേസ് എനിക്ക് നഷ്ടമാകും. ഇനി ഞാൻ കുറച്ച് എന്താണ് ഫ്രീ ആണ്, എൻ്റെ ഫ്രീഡം അല്ല, എനിക്ക് സ്വാതന്ത്ര്യമെല്ലാം നഷ്ടമാകും. അതാണ് അവൾ ഒരു ഘട്ടത്തിലെ കല്യാണത്തോട് അല്പം വിരക്തി ഉണ്ടാകുവാൻ കാരണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് വിവാഹത്തോടുള്ള വിവാഹം കഴിക്കുന്നില്ലെന്നല്ല, ചിലർക്കൊരു വൈമുഖ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നുപോകും. ഇവിടെയാണ് കല്യാണം കഴിച്ചവരോടുള്ള എൻ്റെ ഒരു സന്ദേശം. ഞാൻ പറയട്ടെ, കല്യാണം കഴിച്ചവരോട് പറയട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെതായ ബന്ധങ്ങളുടെ ഊഷ്മളത കാണുമ്പോൾ, സ്നേഹം കാണുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ മനസ്സുകൊണ്ട് തീരുമാനിക്കണം, ഇത്രമാത്രം സന്തോഷം ദാമ്പത്യ ബന്ധത്തിലുണ്ടെങ്കിൽ ഞാനും കല്യാണം കഴിക്കും. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അവരെ സ്വാധീനിക്കുന്ന ഒരു ദാമ്പത്യ ബന്ധം കാഴ്ചവെക്കുവാൻ എല്ലാ വിവാഹിതരും തയ്യാറാകണം. പേരൻസിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ അവിടെ നിന്നാണ് മക്കൾ പഠിക്കുന്നത്. ഒരു ആൺകുട്ടി പഠിക്കുന്നത് ഞാൻ എങ്ങനെ ഭർത്താവാകണം, ഒരു പെൺകുട്ടി പഠിക്കുന്നത് ഞാൻ എങ്ങനെ ഒരു ഭാര്യയാകണം. അതിൻ്റെ ആദ്യ പാഠങ്ങൾ ലഭിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. അത് സൺഡേ സ്കൂളിലെ ടീച്ചറല്ല പഠിപ്പിക്കേണ്ടത്, വീട്ടിലെ പേരൻസാണ്. അവിടെയാണ് നമ്മൾ കുറച്ച് തിയറികളല്ല, പ്രാക്ടിക്കൽ ലൈഫ് കണ്ടു വളരുവാൻ. അവർ കണ്ടു വളരുന്നവർ കൊണ്ടു നടക്കും അല്ലേ. ചിലത് കൊണ്ടു നടക്കുവാൻ നമ്മൾ അവർ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഞാൻ കാണാം. അതല്ലാതെ ICC ബാങ്കിൽ കൊണ്ട് 50 ലക്ഷമോ 1 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ മക്കൾക്കെല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് സന്തോഷിക്കുന്നതല്ല. അതുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുക. അതിലുപരിയായിട്ട് ഒരു സമർപ്പിതമായ ജീവിതത്തിലൂടെ എന്ത് ചെയ്യണം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിയണം. അതവരെന്ത് ചെയ്യും, സ്വാധീനിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിവാഹത്തോട് അല്പം വൈമുഖ്യം ഉണ്ടാകുവാനുള്ള ചില റീസൺസായിട്ട് ഞാൻ കാണുന്നു. ഇനിയും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന വിഷയമാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് മുമ്പ് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ലഭിച്ചവർക്കാണ് വാസ്തവത്തിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടുന്നത്. ഇപ്പോൾ ചോദിച്ചേക്കാം അതെന്താണ്? അതിന് ഞാൻ പറയുന്ന വാക്കിതാണ് പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ എന്ന് പറയും. പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ. അതല്ലാതെ 25, 26, 27 വയസ്സായപ്പോൾ ഒരു കല്യാണം വരുന്നു, അതുവരെയും എങ്ങനെയും ജീവിച്ചു, എങ്ങനെയായി, എൻഗേജ്മെൻറ്റ് തൊട്ട് മുൻപോ അതിന് ശേഷമോ ഏത് എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി 4 മണിക്കൂർ ക്ലാസ് എടുത്താലും ശരിയാകണമെന്നില്ല. അതിന് മുൻപ് ഒരു വലിയ ദൗത്യമുള്ളത് പേരൻസിനാണ്. അതിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചർച്ചിന്. ഏറ്റവും വലിയ ദൗത്യം പേരൻസിനാണ്, പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു,
കുടുംബങ്ങൾ ഒരു നല്ല കൗൺസിലിംഗ് സെൻ്ററായിട്ട് മാറണം. കുടുംബങ്ങൾ ഒരു നല്ല കൗൺസിലിംഗ് സെൻ്ററായിട്ട് മാറണം. അതുകൊണ്ട് ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരൻസിനെയാണ്. തുടക്കത്തിൽ മക്കൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്ന് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി അവർക്കൊരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ അധികം സഭാചാരം ചെയ്തിട്ടുള്ള ഒരാളല്ല. ഒരിക്കൽ ഞാൻ ബാംഗ്ലൂർ UTC പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടെമ്പററി ആയിട്ട് അവിടുത്തെ പാസ്റ്റർ US പോയപ്പോൾ ചില മാസങ്ങൾ ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. രണ്ട് മക്കളും മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പേരൻസിനോട് പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല ജീവിത പങ്കാളി ലഭിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിനെ വളരെ തൊട്ടു. ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്: ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ സമയം മുതൽ അവർക്ക് അവരുടെ വിവാഹം നടക്കുവാൻ വേണ്ടിയും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാ പേരൻസിനോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്യാറുണ്ടോ? പെട്ടെന്ന് കല്യാണം നടക്കാൻ വേണ്ടിയല്ല, അവർക്ക് ഒരു കോഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ കൺസേൺഡ് ആണല്ലോ. കരിയർ കൗൺസിലിങ്ങിനൊക്കെ പോകും, നമ്മളതിൻ്റെ സ്കോപ്പൊക്കെ നോക്കി ചെയ്യും, നമ്മൾ ഒരു കോഴ്സ് കണ്ടെത്തും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതിലപ്പുറമായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എന്ന് വെച്ചാൽ അറിയാമോ, ഇത് ഒരു ആജീവനാന്ത സഹിതമാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുകയും ചെയ്യണം. ഞാൻ പറയുന്നു, ഇതൊരു നല്ല പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളത് അറിയണമെന്നില്ല. നല്ലൊരു പേരൻറ്റിങ് എന്ന് പറയുന്നത് ചൂരലും കൊണ്ട് അവരെ അടിക്കുമ്പോൾ, ഇന്ന് നമ്മൾ അടിക്കാറുമില്ല, പേടിയാണ് നമുക്ക് അടിക്കാനില്ല. അപ്പോൾ സത്യത്തിൽ അവർക്ക് വേണ്ടി ഈ വിഷയത്തിനുള്ള പ്രാർത്ഥന ഒരു നല്ല പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. രണ്ടാമതായിട്ട് നമ്മളെന്നും പ്രാർത്ഥിച്ച് ചുമടങ്ങ് ചുമന്നുകൊണ്ട് പോകുന്ന കാര്യമില്ല. ഒരു തിരിച്ചറിവാകുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. അവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, അല്ലേ? ഒരു +2 ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകുന്ന സമയം മുതൽ തന്നെ പറഞ്ഞു കൊടുക്കണം, ആവശ്യമില്ലാത്തതായ ബന്ധങ്ങൾക്കൊന്നും പോകല്ല, ആവശ്യമില്ലാത്ത ചിരിയുടെ മുൻപിൽ നീ വീണു പോകല്ല. ചില മുന്നറിയിപ്പുകൾ നാം കൊടുക്കണം. അതിന് കൊടുക്കുവാനുള്ളതായ അധികാരവും ധർമ്മമുള്ളവരാണ് പേരൻസ്. അത് നിങ്ങൾക്ക് പകരം ചെയ്യാൻ വേറെ ആരുമില്ല. അത് ചെയ്യേണ്ടത് ഒരു കൗൺസിലറല്ല, ഞാൻ പറയുന്നു പേരൻസാണ് ചെയ്യേണ്ടത്. അപ്പോൾ അരുതുകൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇതിനെക്കുറിച്ച് നല്ലൊരു ദിശാബോധം അവർക്ക് കൊടുക്കുക. ഇതെല്ലാം ഒരു പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. നല്ല ദിശാബോധം നൽകി അവരെ വളർത്തുക. അതുമാത്രമല്ല, കൊച്ചു കൊച്ചു പ്രേമങ്ങളോ ആവശ്യമില്ലാത്തതായ കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയോചിതമായി ഇടപെടേണ്ട സമയങ്ങളിൽ കൈയും കെട്ടി മാറി നിൽക്കുന്നത് നല്ല രക്ഷകർത്തത്തിൻ്റെ ഭാഗമല്ല, നല്ല പേരൻറ്റിങ്ങിൻ്റെ ഭാഗമല്ല. മക്കളിനി ആരായാലും ഏത് നിലയിലെത്തിയാലും നിങ്ങൾ പേരൻസാണ്. നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, ധാർമ്മിക അധികാരമുണ്ട്, ധാർമ്മിക അവകാശമുണ്ട്. പക്ഷേ അവകാശം നൽകുന്ന അധികാരം നമ്മളിതിനെ പ്രയോജനപ്പെടുത്തുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യുക? അവർക്ക് അങ്ങനെ സമയോചിതമായിട്ട് ഇടപെടുക. ഇനിയും എന്താണ് പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ എന്നുള്ളത് ഞാൻ ഒരു 4-5 വാക്കിൽ ഓടിച്ച് പറയും. ഒന്ന്, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് നടത്തുന്ന പഠിപ്പിക്കലുകൾ പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. 2, ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭാഷയിൽ അവരറിയേണ്ടുന്ന കാര്യങ്ങൾ അവരറിയേണ്ടുന്നത് പോലെ അവരെ അറിയിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് മാറില്ല. 3, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള എതിർലിംഗത്തിൽപ്പെട്ടവരെ ബഹുമാനിക്കുവാനും അവരോട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും നമ്മൾ വീട്ടുകാർ പറഞ്ഞു കൊടുക്കണം. ഏത് പാർട്ടിക്ക് അവർക്ക് ക്ഷണം കിട്ടിയാലും എത്തരത്തിലുള്ള പാർട്ടിക്കാണ് പോകുന്നത് ചോദിക്കേണ്ടത് പേരൻസാണ്. ചതിക്കുഴികളിൽ ട്രാപ്പുകളിൽ വീണു പോകാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാൻ അവരോട് പറഞ്ഞു കൊടുക്കണം. ലൈംഗികതയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അവർക്ക് ന്യായമായ മറുപടി നൽകണം.
ഒരുപക്ഷെ നമ്മുടെ സംസ്കാര മനസ്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ വീടുകളിൽ സംസാരിക്കാറില്ല. എന്നാൽ അവരുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ന്യായമായ മറുപടി കൊടുക്കണം. ആ പ്രായത്തിൽ അറിയേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. മോനെ, മോളെ, ഇപ്പോൾ ഡാഡി അത് പറഞ്ഞാൽ, മമ്മി അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ലെന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരിക്കലും തെറ്റായ ഇൻഫർമേഷൻ അവരിലേക്ക് പാസ് ചെയ്യല്ല. ഇനി നമുക്കെന്തെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ളവരുടേതായ സഹായം തേടുന്നത് നന്നായിരിക്കും. അവസാനമായിട്ട് കൗമാര കാലഘട്ടം എത്തുമ്പോൾ ദൈവഹിതപ്രകാരമുള്ളതായ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെ അവർക്ക് ബുദ്ധി ഉപദേശം നൽകണം. നീ പഠിക്കുന്ന കോളേജിൽ, നീ ജോലി ചെയ്യുന്നിടത്ത് ഒരു പക്ഷേ പലരെ നീ കണ്ടേക്കാം. പക്ഷേ നീ ഒരു ദൈവത്തിൻ്റെ മകനാണ്, നീ ഒരു ദൈവത്തിൻ്റെ മകളാണ്. അതുകൊണ്ട് ദൈവഹിതപ്രകാരം ഉള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി അവരുടെ മനസ്സിനെ നമ്മൾ കോച്ച് ചെയ്യണം. അങ്ങനെ കോച്ച് ചെയ്ത് പ്രീമാരൽ പ്രിപ്പറേഷൻ കിട്ടി, അങ്ങനെ കണ്ടെത്തുന്നവർക്കാണ് എന്ത് നൽകേണ്ടത്? പ്രീമാരൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പ്രീമാരൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ദ കൾമിനേഷൻ ഓഫ് പ്രീമാരൽ പ്രിപ്പറേഷൻ. ആ പ്രിപ്പറേഷൻ നടക്കേണ്ടത് വീട്ടിലാണ്. അങ്ങനെ ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് പിന്നീട് പ്രീമാരൽ കൗൺസിലിംഗ് കൂടി എന്ന് വെച്ചാൽ പേരൻസിന് പറയുവാൻ കഴിയാത്തതും ഒക്കെ ഒരു പ്രൊഫഷണൽ ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തി പറയുമ്പോൾ എന്ത് ചെയ്യും? അത് അവർ കൂടുതലായിട്ട് അനുഗ്രഹമായിട്ട് മാറും. അവിടെയാണ് പ്രീമാരൽ കൗൺസിലിംഗ്. അതുകൊണ്ട് ഇത് തമ്മിലുള്ളതായ ആ ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ഇനിയും ഒരു 3-4 കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരോട് ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്തിൽ പൂർണ്ണരായിട്ട് ആരുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ അപൂർണതകൾ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിൽ പൂർണ്ണരായിട്ട് ആരുമില്ല. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ ഡെഫിഷ്യൻസിയും അപൂർണതകളും നമ്മൾ എന്ത് ചെയ്യും? അംഗീകരിക്കുവാൻ തയ്യാറാകും. രണ്ടാമതായിട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൻ്റെ ലോകത്തിലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഒത്തിരി സങ്കല്പങ്ങൾ കാണും, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഒത്തിരി സങ്കല്പങ്ങൾ കാണും. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ സങ്കല്പങ്ങൾ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ലൈക്ക് എ മാപ്പ്, ഒരു ഭൂപടം പോലെയാണ്. എന്നാൽ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അറിയും ഈ സങ്കല്പങ്ങളല്ല ലഭിച്ചിരിക്കുന്നത്. അതെന്താണെന്നറിയാമോ? അത് റിയാലിറ്റിയാണ്, റിയലാണ്. അപ്പം ഞാനിങ്ങനെ പറയാറുണ്ട്, സങ്കല്പം എന്ന് പറയുന്നത് ദാറ്റ്സ് എ മാപ്പ്, ഒരു ഭൂപടമാണ്. എന്നാൽ റിയാലിറ്റി എന്ന് പറയുന്നത് എ ടെറിട്ടറി വിതിൻ എ മാപ്പ്, ഒരു ഭൂപടത്തിലെ, ഒരു വലിയ ഭൂപടത്തിലെ ഭൂപ്രദേശം മാത്രമാണ്. അപ്പോൾ ആ ടെറിട്ടറിയെ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ എല്ലായ്പ്പോഴും ദാമ്പത്യ ബന്ധം വലിയ കല്ലുകടിയായിരിക്കും, വലിയ വിരസതയായിരിക്കും, എന്നും അസ്വസ്ഥകളും അസ്വാരസ്യങ്ങളുമായിരിക്കും. നിങ്ങൾ വളരെ കേട്ടുള്ളതായ ഒരു ചിന്ത ഞാൻ ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ മകൾക്ക് വേണ്ടി ഒരു പുരുഷനെ കണ്ടെത്തണമെന്ന് അവരുടെ സഭയുടെ തിരുമേനിയോട്, ബിഷപ്പിനോട് പറഞ്ഞപ്പോൾ കുറച്ച് ക്രൈറ്റീരിയ പറഞ്ഞു. പെണ്ണ് ഒരു 20 വയസ്സുള്ള വ്യക്തിയായിരിക്കണം, ഏറ്റവും സുന്ദരിയായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം, പിന്നെ ഞങ്ങൾക്ക് നല്ല തറവാടുകാരാണ്, നല്ല തറവാടിൻ്റെ മഹത്വം ഉണ്ടായിരിക്കണം, പിന്നെ ഞങ്ങൾ ആരോടും ഒന്നും ചോദിക്കത്തില്ല, നമ്മുടെ ഭാഷയുണ്ട്, ഞങ്ങൾ ആരോടും ഒന്നും ചോദിക്കത്തില്ല, പിന്നെ അറിഞ്ഞ് തരണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ ബിഷപ്പ് പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് പോകയില്ലായിരുന്നു. ഇതൊരു തമാശയാണെങ്കിൽ യാഥാർത്ഥ്യമാണ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു മെസ്സേജ് ഉണ്ട്. എന്ത് മെസ്സേജ് എന്നറിയാമോ? എല്ലാവർക്കും ഒരു ഡ്രീമുണ്ട്, സ്വപ്നലോകമുണ്ട്. ഓർക്കുക, സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവർക്ക് യാഥാർത്ഥ്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അറിയുമോ, സ്വപ്നങ്ങളെ ഉടച്ചു കളയുക, ദൈവം നൽകിയ യാഥാർത്ഥ്യങ്ങളുമായിട്ട്, യാഥാർത്ഥ്യത്തിലുള്ള ജീവിത പങ്കാളിയുമായിട്ട് എന്ത് ചെയ്യുക, പൊരുത്തപ്പെടുക. എങ്കിൽ മാത്രമേ ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിട്ട് പോകുകയുള്ളൂ. ഞാൻ ഒരു 6 കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചിട്ട് 8 കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് വാക്കുകൾ അവസാനിപ്പിക്കും. 8 കാര്യങ്ങൾക്ക് എനിക്ക് ഒരു 5 മിനിറ്റ് മാത്രം മതി. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. പ്രത്യേകിച്ച്
നിങ്ങൾ പലരും ഇനി അടുത്ത നാളുകളിൽ ജീവിതത്തിലേക്ക് വിവാഹാലോചന കടന്നു വരുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഓടിച്ച് പറയുന്നു. ഒന്നാമതായിട്ട്, നമ്മളാരും പൊരുത്തം നോക്കുന്നവരല്ലേ, ജാതകപ്പൊരുത്തം നോക്കുന്നവരല്ല. പക്ഷെ നമ്മൾ ചില പൊരുത്തങ്ങൾ നമ്മൾ നോക്കണം. ജാതകം നോക്കേണ്ട ചില പൊരുത്തങ്ങൾ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒത്തിരി പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ഇപ്പം എന്തെല്ലാം പൊരുത്തങ്ങളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യം ചേർച്ചയാണ് നമ്മൾ നോക്കേണ്ടത്? കോമ്പറ്റബിലിറ്റി, എന്തെല്ലാം കാര്യങ്ങളുടെ ചേർച്ചയാണ് നമ്മൾ നോക്കേണ്ടത്? ഒന്ന്, പ്രായത്തിലൊരു ചേർച്ച ഉണ്ടാകണം. സ്ത്രീകൾക്കൊരു 2-3 വയസ്സ് കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് പ്രായം ആകുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് അപ്രോപ്രിയേറ്റ്നെസ് ഇൻ ഏജ്. 2, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഒരു ചേർച്ച ഉണ്ടായിരിക്കണം. ഒരു മെഡിക്കൽ ഡോക്ടർ 10ാം ക്ലാസ്സുകാരിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സർവത്ര പ്രശ്നങ്ങളെ, കാരണം അവർ രണ്ടുപേരും ഇൻ്റലക്ച്വൽ വേൾഡ് രണ്ടായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഒരു പൊരുത്തം ഉണ്ടായിരിക്കണം. 3, സൗന്ദര്യത്തിലൊരു പൊരുത്തം ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾ ഏറ്റവും വലിയ ഒരു സുന്ദരിയെ കിട്ടുമ്പോൾ ദാമ്പത്യ ബന്ധം സുന്ദരമാണെന്ന് ഒരിക്കലും വിചാരിക്കല്ല. നിങ്ങളുടെ സൗന്ദര്യവുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. അതല്ലെങ്കിൽ പിന്നീട് അപകർഷതാബോധം ഉണ്ടാകുവാൻ, സംശയം ജനിക്കുവാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിലൊരു ചേർച്ച ആവശ്യമാണ്. അടുത്തതായിട്ട്, നമ്മുടെ കുടുംബ പശ്ചാത്തലവുമായിട്ടൊരു ചേർച്ച ഉണ്ടായിരിക്കണം. നിങ്ങളുടെ തറവാടിൻ്റെ മഹത്വം, അതും ആ മഹത്വത്തിന് പറ്റുന്നതായിരിക്കണം. നമ്മുടെ കുടുംബമായിട്ട് ചേർച്ച ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലവുമായിട്ടൊരു ചേർച്ച ഉണ്ടായിരിക്കണം. ഒത്തിരി കാശുകാരൻ പോയി ഒന്നുമില്ലാത്തൊരു വീട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാം, ആ വ്യക്തിയെ നേടാമെന്ന് കരുതാം. അതിലൊക്കെ പിന്നീട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് അതിലും എന്തുണ്ടാകണം, ഒരു വലിയ പൊരുത്തം ഉണ്ടാകണം. സാമൂഹിക പശ്ചാത്തലങ്ങളിൽ ഒരു പൊരുത്തം ആവശ്യമാണ്. ഇനിയും വിശ്വാസത്തിലൊരു പൊരുത്തം ആവശ്യമാണ്. ചിലർക്ക് ഭയങ്കര പ്രാർത്ഥനക്കാരായിരിക്കും, ചിലർക്ക് വളരെ സ്ലോ ആയിരിക്കും, ചില പേരിന് വേണ്ടി ചർച്ചിൽ പോകുന്നവരായിരിക്കും. ഞാൻ പറയട്ടെ, പെന്തക്കോസ്തുകാരാണെങ്കിൽ തന്നെ ആധ്യാത്മികതയിലെ പൊരുത്തവും നല്ലതാണ്. ആധ്യാത്മികതയിലെ പൊരുത്തം ആവശ്യമാണ്. വിശ്വാസത്തിലൊരു പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരെ തന്നെ വിവാഹം കഴിക്കുക. വിശ്വാസത്തിലൊരു പൊരുത്തം ഉണ്ടായിരിക്കണം. സാമ്പത്തികത്തിലൊരു പൊരുത്തം, പ്രായത്തിൽ, സൗന്ദര്യത്തിൽ, സാമൂഹിക പശ്ചാത്തലത്തിൽ, വീടിൻ്റെ മഹത്വത്തിലെല്ലാം നമ്മളുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. ആ ചേർച്ച മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരു വലിയ പ്രചോദനമായിട്ട് മാറും. അതുകൊണ്ട് മറ്റ് കാര്യങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കൽ. എന്താണ് ജ്ഞാനവുമായിട്ട് ചേർന്ന് പോകുന്നത്? വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ, ദൈവം നൽകുന്നത് ദ ബെസ്റ്റാണ്. ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പെൺകുട്ടികൾ വിചാരിക്കല്ലേ ദ ബെസ്റ്റ് മീൻസ് അംബാനിയെ പോലുള്ള കാശുകാരനാണ് ദ ബെസ്റ്റ് എന്ന്. ആൺകുട്ടികൾ വിചാരിക്കല്ലേ ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിക്കുന്നതാണ് ദ ബെസ്റ്റ് എന്ന്. അല്ല, ദ ബെസ്റ്റ് മീൻസ്, ഞാനിങ്ങനെ പറയുന്നു, ഈ കട്ടളയ്ക്ക് പറ്റിയതാണ് ഈ കഥ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചട്ടക്കൂടിന് പറ്റിയതാണ് ദൈവത്തിൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും തെറ്റുപറ്റാത്ത കരുതലാണ്. അതുകൊണ്ട് നമ്മുടെ ആ ചോയ്സ് നാം തന്നെ നടത്താതെ ദൈവഹിതത്തിന് വേണ്ടി പ്രാധാന്യം നൽകി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾക്ക് വരാതിരിക്കുകയില്ല. ദൈവം ഒരു നല്ല റിസർച്ചറാണ്. ആദാമിനെ റിസർച്ചർ എന്ന നിലയിൽ ഒരാൾ റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം എഴുതാണ് 1-ാമത്തെ ചാപ്റ്റർ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. ദൈവം പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം പ്രോബ്ലം അവരെ സ്റ്റേറ്റ് ചെയ്തു. പിന്നീട് ഞാൻ ദൈവത്തെ കാണും, ദൈവം ഒരു നല്ലൊരു അനസ്തറ്റിസ്റ്റാണ്. ആദാമിന് എന്ത് ചെയ്തു? ഗാഠനിദ്ര വരുത്തി. ആദാമിന് ദൈവം ഗാഠനിദ്ര വരുത്തിയില്ലായിരുന്നെങ്കിൽ, ഉണർന്നിരിക്കുമ്പോൾ ദൈവം ഷേപ്പ് ചെയ്ത ഹവ്വയെ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ആദാമിന് എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെടുകയില്ലായിരുന്നു. അതാ പറയാം, കണ്ണിന് കുറച്ചും കൂടി വലിപ്പം ആവശ്യമുണ്ട്, ഇല്ലേ, മുടിക്ക് കുറച്ചും കൂടി നീളം ആവശ്യമുണ്ട്. ദൈവം അവനെ ഗാഠനിദ്ര വരുത്തി. ഓക്കെ, ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. അതുമാത്രമല്ല, ദൈവം ഒരു സർജനാണ്. ആദമിൽ ദൈവം ഹവ്വയെ
പുറത്തേക്ക് കൊണ്ടുവന്നു. പ്രിയരെ, ആദമിൻ്റെ കാര്യത്തിൽ ദൈവം കരുതിയെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും ദൈവം കരുതാതിരിക്കുമോ? അതുകൊണ്ട് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവത്തിൻ്റെ സകല കരുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. കാരണം ദൈവം നമ്മുടെ ദൈവമാണ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ നല്ല ഫ്രണ്ടാണ്. ഈ വലിയ ബോധ്യത്തോടു കൂടി നമ്മുടെ വിശ്വാസയാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ എടുത്ത കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജെയിംസ് ജോർജ് അവരോടുള്ള പ്രത്യേകമായി നന്ദി പറയുന്നു. കുടുംബം സ്ഥാപിച്ചത് ദൈവമാണല്ലോ. അതിൻ്റെ ഉറപ്പിന് വേണ്ടി നാം ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ ഒരുങ്ങണം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി നമ്മളോട് അറിയിച്ച കർത്താവിൻ്റെ ദാസനെ ദൈവം പിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം പിന്നെയും ധാരാളമായി മാനിക്കട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ ആഹാരത്തിനായി പിരിയുകയാണ്. 2 മണിയാവുമ്പോൾ തിരിച്ച് വരികയാണ്. 2 മണിക്ക് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജൻ ജോൺ ഇടയ്ക്കാട് നടത്തുന്ന ടോക്ക് ഷോ ഉണ്ട്. വളരെ അനുഗ്രഹകരമായ ആ മീറ്റിങ്ങും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ദിവസനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഷിബു ബേബി അവരുകൾ മുന്നോട്ട് കടന്നു വന്ന് ഈ സെഷൻ പ്രാർത്ഥിച്ചു തുടർന്നുള്ള ആഹാരത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ച് അവസാനിക്കും. കൃത്യം 2 മണിക്ക് തന്നെ അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യകർത്താവേ, ഞങ്ങളേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ക്യാമ്പ് കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ അമ്മേ വിവാഹത്തിൻ്റെ ഒരുങ്ങുവാൻ തക്കവണ്ണം കർത്താവ് നൽകി അവിടുത്തെ ഭൃത്യങ്ങൾ കൊണ്ട് നൽകിയ നല്ല ക്ലാസ്സുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ തലമുറയ്ക്ക് ആവശ്യമായത് കർത്താവേ, കുടുംബജീവിതത്തിന് ആവശ്യമായത് കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങൾക്ക് പകരുവാൻ അവിടുത്തെ ഭൃത്യനെ ഉപയോഗിച്ച് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇപ്പോൾ ഞങ്ങൾ അല്പസമയത്തേക്ക് പിരിയുകയാണ്. അവിടുത്തെ കൃപയും സാന്നിധ്യം അടിയും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീണ്ടും കർത്താവ് നിങ്ങൾക്ക് മടങ്ങിവരാൻ കർത്താവ് സഹായിക്കും. ഇപ്പോൾ കർത്താവ് ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. മുഖാന്തരം ഒരുക്കിയ എല്ലാ കൈകാര്യങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.